നിങ്ങൾ മരവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല, ഇതിൻ്റെ ഭാഗമായി PMC നടപ്പാവുകയാണ് എന്ന നിലപാട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ LDF സർക്കാർ ധാരണാപത്രം മരവിപ്പിക്കുക, കീപ്പിംഗ് ഇൻ അബിയൻസ്, ഇതാണ് ഉപയോഗിച്ച വാക്ക്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ അവിടെ കിടക്കുകയാണ്. PMC നടപ്പാക്കുന്ന നിലയല്ല ഉള്ളത്. അപ്പോൾ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. ഇവിടെ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു നയമാറ്റത്തിന് UDF-നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതാണ് നാടിനു മുന്നിൽ അവർ വ്യക്തമാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ധാരണാപത്രം റദ്ദ് ചെയ്യാൻ അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രം ഭേദഗതി ചെയ്യാനും കഴിയും. സംസ്ഥാന സർക്കാരിനാവട്ടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതുതരം പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അവയെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അവകാശമുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ പദ്ധതി നടപ്പിലാകൂ എന്നതാണ് അവസ്ഥ. ഈ നടപടി ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് UDF വ്യക്തമാക്കേണ്ടത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലും ഉപേക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PMC പദ്ധതി. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന് സർക്കാരിന് എവിടുന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും അറിയുന്നത് നല്ലതാണല്ലോ. പുതിയ അഡ്വക്കേറ്റ് ജനറൽ അത്തരമൊരു ഉപദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. കേരളത്തിന് PMC പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നതായി കണ്ടു. മുഖ്യമന്ത്രിയുടെ ആ വാദത്തിൻ്റെ യാഥാർത്ഥ്യം അതിൽ വ്യക്തതയുള്ളതാണല്ലോ. എന്തിനാണ് വസ്തുതാവിരുദ്ധമായൊരു കാര്യം അദ്ദേഹം പ്രസ്താവിക്കാൻ പോയത്?